നമസ്കാരം എവറിബഡി, വെൽക്കം ടു മൈ ചാനൽ ദ ചെറിയൻ ഷോ. അങ്ങനെ ഡി സിയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നു. ഡി സി നമ്മുടെ വാർണർ ബ്രൂസിന്റെ ഡി സി അല്ല, ഇത് ലോകേഷ് കനകരാജിന്റെ ഡി സി. കലാനിധി മരൻ അവതരിപ്പിക്കുന്ന മെയിൻ ലീഡ് ആയിട്ടുള്ള ലോകേഷ് കനകരാജും വാമികയും, പിന്നെ അനിരുദ്ധിന്റെ മ്യൂസിക് ആൻഡ് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ അരുൺ. അപ്പം അവരുടെ ഡി സി ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങി. ഏകദേശം ഒരു 6 മാസം മുന്നേ ഉണ്ടായിരുന്നു ഇതിന്റെ ടീസർ ഇറങ്ങുന്നത്. ടീസർ നല്ല നല്ല വൃത്തിയായിട്ടുള്ള ഒരു ടീസർ ആയിരുന്നു. അപ്പൊ ഇനി നമുക്ക് ട്രെയിലർ കണ്ടേക്കാം. ഓക്കെ. സൺ പിക്ചേഴ്സ്, പഴയ അംബാസിഡർ, വിതിരിമ്പിച്ച് കിടക്കുന്ന ഒരു സ്ഥലം. കലാനിധി മധുരൻ പ്രസൻസ്. ശബ്ദം വരുന്നുണ്ടല്ലോ, പക്ഷെ ഇതാണ്ട് അവിടെ ഒരു ഓമിനി. ഓക്കെ. Evil is good, good is evil. Lokesh Kanagaraj as Deva. Vamika, അല്ലേ? Yes, Vamika as Chandra. எங்கேயாவது போன்னு சொன்னல போ. എന്തൊരു ഷോട്ട് അല്ലേ ഇത്? ഈ ലൊക്കേഷൻ ഒക്കെ എവിടെ ആയിരിക്കും? கல்கட்டாக்கு போய் உங்க அப்பா அம்மாவை பார்க்கணும்னு தோணல. பெத்தது அவங்க தான். ஓ, நீ எங்க போற? தெரியல. உலகம் ரொம்ப பெருசு. സൗണ്ട് അടിപൊളി. நீ போலீஸ கொல்லுவ, டாக்டரை கொல்லுவா. ഓ ഓ അതെന്തായിരുന്നല്ലേ? அந்த ഓ ഓ ഓ ഓ ആ ഓ അനിരുദ്ധ്. அவ பேர் சந்திரடா. Written and directed by Arun. வா, உன்னை எங்கேயாவது சேஃபாக விட்டு போறேன். ഓ, DC coming soon. നല്ലൊരു അടിപൊളി ട്രെയിലർ അല്ലെ? എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകമായിട്ട് വാമിക ആൻഡ് ലോകേഷ്. എനിക്ക് തോന്നുന്നു ഇവർ രണ്ടും കൂടെ പൊളിച്ചടുക്കും ഈ പടം. കാരണം ഇവരാണ് ലീഡ് റോള്. ഓൾമോസ്റ്റ് ഇവരെയും കൊണ്ട് ആണ് ഈ സ്റ്റോറി പോകുന്നതും. ലോകേഷ് കനകരാജ് ഒരു വ്യത്യസ്തമായ ഒരു ലുക്കിൽ, ഒരു വ്യത്യസ്തമായ ഒരു റോളിൽ, വാമിക അതേപോലെ തന്നെ നല്ല ഒരു വ്യത്യസ്തമായ ഒരു ബ്യൂട്ടിഫുൾ ഒരു ലുക്ക്. പ്ലസ് ഐ വാസ് റിയലി എൻജോയിങ് ദിസ് ട്രെയിലർ ബിക്കോസ് ഓഫ് അനിരുദ്ധിന്റെ മ്യൂസിക്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. പ്രത്യേകിച്ച് ഈ വട്ടം പുള്ളി ഒരു ക്ലാസിക്കൽ ടച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഒരു മ്യൂസിക്കൽ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എത്ര മിനിറ്റാണ് ഇത്? 3 മിനിറ്റിന്റെ ട്രെയിലർ. പക്ഷെ ഇറ്റ് വാസ് റിയലി 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 നൈസ്. ക്ലിപ്സും കാര്യങ്ങളും ഷോർട്സും എല്ലാം അടിപൊളിയായിരുന്നു. ആ ഒരു ഫ്രെയിം എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടു. ആ ഇടയ്ക്കുന്ന ഒരു വാൻ തോന്നുന്നു, ഏതോ ഒരു ലേക്കിലോ എവിടോ ആയിട്ട് അവരത് എടുത്ത പോലത്തെ ഒരു ഷോട്ട്, അടിപൊളി ഷോട്ട്. ആ ലൊക്കേഷൻ
എവിടാന്നറിയില്ല. എവിടെ നിന്നാണ് ഇവർ ഇതുപോലത്തെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത്? എനിക്ക് പണ്ട് തൊട്ടേ തമിഴ് ഫിലിംസിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. തമിഴ് ഫിലിംസിന്റെ ലൊക്കേഷൻ കാര്യങ്ങൾ, പ്രത്യേകിച്ച് അവർ സോങ്സ് ഉപയോഗിക്കുന്ന ലൊക്കേഷൻ എല്ലാം അടിപൊളി ലൊക്കേഷൻ ആയിരുന്നു. പണ്ട് തൊട്ടേ സ്കൂൾ കാലം തൊട്ടേ ഞാൻ കാണുന്നതാണ്. വേറെ ഒരു പാട്ടിന് വേണ്ടി എനിക്ക് തോന്നുന്നു ദേശത്തിന്റെ അങ്ങേ ഓരോ സ്ഥലത്ത് പോയി ഇവിടുന്നോ സെലക്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് എല്ലാം ജസ്റ്റ് ആ പാട്ടിന് വേണ്ടി മാത്രമായിരിക്കും. അങ്ങനെ കുറെ സോങ്ങുകൾ ഞാൻ തമിഴ് ഇൻഡസ്ട്രിയിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതും അതേപോലെ ഒരു ക്ലാസി ടച്ച് ഉണ്ടായിരുന്നു ഇതിൻ്റെ അത്. അടിപൊളി വർക്ക്. ഇനിയിപ്പം എന്തായാലും എൽസിയുടെ കഥ നമുക്കറിയില്ല എവിടാണ്. കാരണം വിജയണ്ണൻ പൊളിറ്റിക്സിലേക്ക് നീങ്ങി. പുള്ളി ഇനിയും CM ആണ് മോനെ, CM. അപ്പം ലിയോ അവിടെ സ്റ്റോപ്പായി. വിക്രം എന്താണെന്നറിയില്ല. ഇനിയും കൈദി 2 ഇറങ്ങേണ്ടിയായിരുന്നു. ഒരു അപ്ഡേറ്റ് ഇല്ല. കാരണം ഇനിയിപ്പം എങ്ങനെ LCU യൂണിവേഴ്സ് മുന്നോട്ട് പോകുന്ന അറിയില്ല. ഇനി പക്ഷെ കൈദി 2ന്റെ വർക്ക് നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനിയിപ്പം നമുക്ക് DC എന്നാ ഇറങ്ങുന്നതെന്നും അതും കൺഫേം ചെയ്തിരിക്കും. കാരണം കമ്മിങ് സൂൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. ട്രെയിൻ ഡേറ്റും കാര്യങ്ങളൊക്കെ പിന്നീട് അവര് റിലീസ് ചെയ്യുമായിരിക്കും, പിന്നീട് അവർ അനൗൺസ് ചെയ്യുമായിരിക്കും. ഇപ്പൊ കമ്മിങ് സൂൺ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഫിലിം അപ്ഡേറ്റ്സും പല അപ്ഡേറ്റ്സുമായി നമുക്ക് അടുത്ത ഒരു കിടുക്കാച്ചി വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടുക്കാച്ചി വീഡിയോയിൽ നമുക്ക് കാണാം. അൺടിൽ ദെൻ ടേക്ക് കെയർ.